ഹായ് മൈസെൽഫ് ബിജിനി. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ കച്ചേരിപ്പടിയിലൊരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. കറൻ്റ്ലി ഞാൻ എലാൻസിൽ ACCA സ്റ്റുഡൻ്റാണ്. +2 ഞാൻ കൊമേഴ്സ് ആയിരുന്നു. CA എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊമേഴ്സ് എടുത്തത്. ഞാൻ CPT പാസ്സായി ഇൻ്ററിലേക്ക് കയറി. ഇൻ്റർ കുറേ തവണ എഴുതിയിട്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും എനിക്ക് തോന്നിയില്ല ഇതാണ് എനിക്ക് പറ്റിയ കോഴ്സെന്ന്. പിന്നെ ഡിഗ്രിയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ നോക്കിയപ്പം അതത്ര അതത്ര നല്ലതാണെന്നല്ല, എനിക്കത് ഫേവറബിളായിട്ട് തോന്നിയില്ല. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ACCA ഞാൻ നോക്കിയത്. ACCA നോക്കിയപ്പോൾ എനിക്ക് അതിൽ ഹബീബ് സാറിനെയാണ് നന്നായിട്ട് അറിയാവുന്നത്. അപ്പം പുള്ളീനെ നോക്കിയിട്ടാണ് ഞാൻ എലാൻസിലേക്ക് ജോയിൻ ചെയ്തത്. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാ ഫാക്കൽറ്റീസും വൺ ഓഫ് ദി ബെസ്റ്റാണ്. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ഡിസിഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് എലാൻസിൽ ജോയിൻ ചെയ്തത് തന്നെയാണ്. ACCA ജോയിൻ ചെയ്ത് ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതും പാടായിരിക്കുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അവിടെ ഫാക്കൽറ്റീസാണ് പറഞ്ഞത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് അവർ പറയുകയും ചെയ്തു. കുറേ ആൾക്കാരുടെ നമുക്ക് ഇവിടെ തന്നെ കുറേ ആൾക്കാരെ കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പേപ്പർ ഞാൻ BT ആയിരുന്നു എടുത്തത്. അതിൻ്റെ ഫാക്കൽറ്റി ഗനീം സാർ ഭയങ്കരമായിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ കഥകളാണെങ്കിലും സാറ് വന്ന ജേർണി ആണെങ്കിലും ആ രീതിയിൽ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പുഷപ്പ് ചെയ്ത് നമ്മളോട് എക്സാംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നോളജ് പേപ്പർ ക്ലിയർ ചെയ്തു. ഫസ്റ്റ് പേപ്പർ FR ആണ് സ്കില്ലിലെടുത്തത്. അതും അൽക്കേഷ് സാറായിരുന്നു. മെൻറ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡൗട്ട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഇവർ പറഞ്ഞു തരും. അങ്ങനെ എക്സാംസ് പ്രോപ്പർ പാറ്റേണിൽ പോയതുകൊണ്ട് അവർ പറഞ്ഞ രീതിയിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എൻ്റെ 6th പേപ്പറാണ്. അതും സാറ് നല്ല രീതിയിൽ പഠിപ്പിച്ച് തരുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം, എത്ര തവണ വേണമെങ്കിലും അവർ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്, പഠിക്കണം എന്നൊരു തോന്നലും വരുന്നുണ്ട്. ACCA ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ സാറുമാർ പറയുന്ന പാറ്റേൺ മാത്രം ഫോളോ ചെയ്താൽ മതി. അവർ പറയുന്ന രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫിയർ മാറ്റി നിർത്തണം. നമ്മൾ എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ആ രീതിയിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ACCAയിൽ കുറേ കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കൺട്രീസിൽ പോയി വർക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദറുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ഫേമൊക്കെ ഇട്ട് വർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. സ്റ്റഡീസ് അല്ലാതെ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കാൻ ഇഷ്ടമാണ്, നോക്കി വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്, പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്. സ്റ്റഡീസാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഫ്രീ ടൈമിൽ മാത്രമേ ചെയ്യാറുള്ളൂ.